നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവ കച്ചവടത്തിന് പിന്നിൽ രാജ്യാന്തര റാക്കറ്റാണോ? മുഖ്യപ്രതി നജീബിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ അവയവക്കടത്തിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങളിലാണ് പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം. വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ മുഖ്യപ്രതി നജീബിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗാസിയാബാദിലാണ് നജീബ് അറസ്റ്റിലായത്. കുന്നത്തനാട് പോലീസ് നജീബിനെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് ശേഷം SITക്ക് കൈമാറും. നജീബിന്റെ അക്കൗണ്ടിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നജീബ് സ്ഥലവും സ്വത്തും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. വിദേശത്തുള്ള ഇയാളുടെ സഹോദരനും സംശയ നിഴലിലാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്. നജീബിൻ്റെ ബന്ധങ്ങൾ, സാമ്പത്തിക ഉറവിടം, എത്ര പേർ ഇവരുടെ ഇരകളായിട്ടുണ്ട്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ അവയവ കച്ചവടം, അവയവ കടത്ത് നടത്തിയിരുന്നത്, മനുഷ്യക്കടത്ത് ഉണ്ടോ, അതോടൊപ്പം ഇയാൾക്ക് വിദേശ ബന്ധമുണ്ടോ, ആരാണ് ഇയാളെ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ? നജീബിനെ ഇന്ന് കുന്നത്തനാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 5 ദിവസത്തേക്കാണ് കോലഞ്ചേരി കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് SITക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോടതി 10 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. 5 ദിവസം കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിൽ നജീബിനെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് SITക്ക് കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ കൈമാറുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ACP വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് നജീബിന്റെ വിദേശ ബന്ധങ്ങളടക്കം പരിശോധിക്കുക. മാത്രമല്ല, നജീബിനെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമാണ് നേരത്തെ വിദേശ ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. തമിഴ്നാട്ടിൽ വലിയ ശൃംഖലയാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വിദേശത്ത് ഇയാളുടെ സഹോദരന്റെ ഇടപാടുകൾ തുടങ്ങിയവയും പരിശോധിക്കുന്നുണ്ട്. നജീബിന്റെ സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. 2 അക്കൗണ്ടുകൾ ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ 6 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷൻസും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ച പണം ഉപയോഗിച്ച് നജീബ് വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. നിരവധി ഭൂമി ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. എന്തായാലും അവയവദാനത്തിന്റെ മറവിൽ, അവയവദാനം ആണ് ഇന്ത്യയിൽ അനുവദനീയമായിട്ടുള്ളത്. ആ നിയമത്തിന്റെ മറവിലാണ് അവയവ കച്ചവടം നടത്താൻ വേണ്ടി വ്യാജരേഖകൾ ചമച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. MP-മാർ, MLA-മാർ തുടങ്ങിയ ആളുകൾ, അതുപോലെ പോലീസ് ഓഫീസേഴ്സ് തുടങ്ങിയ ആളുകളുടെ എല്ലാം വ്യാജ ലെറ്റർ പാഡുകൾ ഉണ്ടാക്കുക, വ്യാജ സീലുകൾ ഉണ്ടാക്കുക, അവർ നൽകുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ വ്യാജമായി നിർമ്മിക്കുക തുടങ്ങിയവയൊക്കെയും ഈ അവയവദാനം നൽകുന്നത് അടുത്ത ബന്ധുക്കളാണ് എന്ന് തിരിച്ചറിയാൻ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ആധാർ കാർഡുകൾ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളൊക്കെ വ്യാജമായി നിർമ്മിക്കുന്ന സാഹചര്യത്തിലേക്ക് നജീബ് കൂട്ടരും പോയിട്ടുള്ളത്. മാത്രമല്ല, ഈ നജീബിനൊപ്പം അറസ്റ്റിലായിട്ടുള്ള മറ്റാളുകൾ, അതായത് സിനി വർഗീസ്, സനോജ് തുടങ്ങിയ ആളുകളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നുണ്ട്. ഇവരെ കൂടി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഉണ്ടാവുക. ഈ രേഖയെ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അവയവദാനവുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്ന അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയ സാഹചര്യത്തിൽ ലാബ് എന്ന് കരുതി ഒരു നമ്പറിലേക്ക് വിളിച്ചപ്പോഴാണ് ഇതിൽ ലാബല്ല, ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ഇടപാടുകൾ നടത്തുന്ന കടയാണ് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. തുടർന്നാണ് ഇതിലേക്ക് വ്യാപകമായ ഒരു അന്വേഷണം വരുന്നത്. എന്തായാലും SIT ഈ എറണാകുളം റൂറലിലെയും അതുപോലെ സിറ്റിയിലെയും പോലീസ് ഉദ്യോഗസ്ഥർ നജീബിനെ ചോദ്യം ചെയ്യും. അതുപോലെ സിറ്റിക്ക് പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി SIT രൂപീകരിക്കുന്നതിനുള്ള നീക്കത്തിലേക്കാണ് പോലീസ്. എന്തായാലും ജില്ലയിൽ ഇപ്പോൾ നിലവിൽ ഉള്ള 15 അംഗ SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപകമായി തുടരുകയാണ്. നിരവധി കേന്ദ്രങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഇതിന്റെ പരിശോധനകൾ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആജ്ഞ, ഈ നജീബ് ഉൾപ്പെടുന്ന ഈ അവയവക്കടത്ത് റാക്കറ്റ് സംസ്ഥാന വ്യാപകമായി ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നജീബ് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നുള്ള സൂചനയുണ്ട്. മെഡിക്കൽ ടൂറിസത്തിൻ്റെ മറവിലായിരുന്നു പല നടപടികളും, പല നിയമവിരുദ്ധ നടപടികളും.
പ്രത്യേകിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിക്കും. അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകും. അതായത് ലക്ഷക്കണക്കിന് രൂപ ഈ അവയവം നൽകിയാൽ അവർക്ക് ലഭിക്കുമെന്ന രീതിയിലുള്ള വാഗ്ദാനം വിശ്വസിച്ച് ചതിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്. ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം ഇയാളുടെ ഈ ഇടപാടുകൾ, ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സ്വീകർത്താക്കളുടെയും ദാതാക്കളുടെയും ഒരു ലിസ്റ്റ് നജീബിന്റെ ഡയറിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നജീബിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ പരിശോധനകളും ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കമതി, അതായത് 25ഓളം സ്വീകർത്താക്കളെയും ദാതാക്കളെയും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ സ്വീകർത്താക്കൾ പോലും അതായത് അവയവ ദാനമല്ല, അവയവ കച്ചവടമാണ് നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ പോലും പ്രതിപട്ടികയിലാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, വടക്കേക്കര സ്വദേശിനിയായ സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വരുമ്പോഴും അത് പരാതിക്ക് അല്ലെങ്കിൽ അവർക്ക് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുള്ള, അല്ലെങ്കിൽ അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് മാധ്യമങ്ങളെ പിന്നീട് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് തന്നെ അവർ പ്രതിപട്ടികയിലാകുമെന്നുള്ള ഒരു വ്യക്തത അവർക്ക് വന്നതുകൊണ്ട് തന്നെയാണ്. അവരെ കൂടി പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തത കൂടി വന്നതുകൊണ്ടാണ് ഇതിൽ അവയവ കച്ചവടം നടന്നിട്ടുള്ളത്. അവയവദാനത്തിന്റെ മറവിലാണ്. അവയവദാനം എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വൻ തുക ഓഫർ ചെയ്ത ശേഷമാണ് ഈ നജീബും കൂട്ടരും, അതായത് 20 ലക്ഷം രൂപ ഓഫർ ചെയ്ത ശേഷം 9 ലക്ഷം രൂപയാണ് അവയവം ദാനം ചെയ്ത ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി തുക ഈ സംഘം തട്ടിയെടുത്താണ് ഈ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് ചെറിയ ഒരു ശൃംഖലയല്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തുന്നത്. ചെറിയ നെറ്റ്വർക്ക് അല്ല ഇതിന് പിന്നിലുള്ളത്. ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഒരുപാട് വീണ്ടും കണ്ടുപിടിക്കപ്പെടാനുള്ള ഒരുപാട് വ്യാജരേഖ ചമയ്ക്കൽ മാത്രമാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ മനുഷ്യക്കടത്തുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പോലീസിനുള്ളത് കൊണ്ട് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ മധു ജയകുമാറിന്റെ സ്ഥാപനം, ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയിരുന്ന മധു ജയകുമാറിന്റെ സ്ഥാപനം ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ട് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് ഇത്തരം ആക്ടിവിറ്റീസ് നടത്തുന്നത്. അതുകൊണ്ട് ഈ നജീബിന്റെ കല്ലട്ര എന്ന് പറയുന്ന സ്ഥാപനവും അത്തരത്തിലുള്ള ഒരു ഇടപാടുകളാണ് നടത്തിയിരുന്നത് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ. അതിൽ ആലുവയിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തുറക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നജീബ് കല്ലട്രയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിലാണ് നജീബ് കലക്ടർ ഇപ്പോൾ ഉള്ളത്. കുന്നത്തനാട് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കോലഞ്ചേരി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കോടതി അനുവദിക്കുന്ന അനുസരിച്ച് SITക്ക് കൂടി ഈ നജീബിന്റെ സഹോദരൻ, വിദേശത്തുള്ള സഹോദരനാണ് ഈ റാക്കറ്റിലെ പ്രധാനി എന്നാണല്ലോ പുറത്തു വന്ന ചില വിവരങ്ങൾ. ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? ഇയാളെ കണ്ടെത്താൻ ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഈ ഒരു വിദേശത്തുള്ള ഈ റാക്കറ്റുമായി ഇവർക്ക് കൃത്യമായി ബന്ധമുണ്ട്. അതായത് ഈ മനുഷ്യക്കടത്തൊക്കെ നടത്തണമെങ്കിൽ വലിയ രീതിയിൽ ഒരു വിദേശ ബന്ധം വേണം. ഇതിനു മുൻപ് നിരവധി പേര് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ടോം, വിദേശ ബന്ധം കൂടി വ്യക്തമായിട്ടുണ്ട് എന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് മാത്രമല്ല, ടോം സൂചിപ്പിച്ചതുപോലെ നജീബിന്റെ സഹോദരന്റെയും വിദേശത്തുള്ള നജീബിന്റെ സഹോദരന്റെയും ആക്ടിവിറ്റീസും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും അതേ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. എന്തായാലും വിദേശ ബന്ധമുണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ട് എന്നൊരു സംശയം കൂടി വന്നിട്ടുള്ളത്. ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയിരുന്ന സംഘത്തെ അധികം മുൻപാണ്, അധിക കാലതാമസമില്ലാതെ തന്നെയാണ് പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഇത്തരത്തിലുള്ള ഈ മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അതിന്റെ ഒതന്റിസിറ്റി എന്താണ് എന്ന് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ ചെറിയ സാമ്യതയില്ലായ്മ അല്ലെ പൊരുത്തക്കേടുകളിൽ നിന്നും മാത്രമാണ് ഇപ്പോൾ ഈ വ്യാജരേഖ ചമയ്ക്കലുമായിട്ടുള്ള വലിയ തട്ടിപ്പിലേക്ക് വെളിച്ചം വീശുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നജീബിനെ പോലീസ് ഗാസിയാബാദിൽ നിന്നും പിടികൂടിയ സാഹചര്യവും നമുക്കറിയാം.
ഈ സംഭവം നടക്കുമ്പോൾ തന്നെ നജീബ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോകുന്നു. തുടർന്ന് അതിൽ നിന്നും കോൾ ലോഗ് പരിശോധിച്ച് അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് തന്നെയാണ്, അതായത് കൃത്യമായി തന്നെ ഇതിന് പോലീസിന് കൃത്യമായ ധാരണയുണ്ട്, ഏതൊക്കെ തരത്തിലേക്ക് പോകുന്നുണ്ട്, അന്വേഷണം ഏതൊക്കെ തരത്തിലേക്ക് പോകണമെന്ന് കൃത്യമായി ധാരണയോട് കൂടിയാണ് SIT മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃക്കാക്കര ACP വ്യക്തമാക്കുന്നതനുസരിച്ചിട്ട് വളരെ താമസിയാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്വകാര്യ ആശുപത്രിയുടെ ഡോക്ടർമാർക്ക് ഇതിൽ പങ്കുണ്ടോ, ആശുപത്രി അധികൃതർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും. അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും വലിയൊരു ശൃംഖല, വലിയൊരു ഭയപ്പെടുത്തുന്ന നെറ്റ്വർക്ക് തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അത്തരം സ്ഥിരീകരണത്തിൽ തന്നെയാണ് പോലീസ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ നജീബുമായി കോൺടാക്ട് ചെയ്തിരിക്കുന്ന പല ആളുകളെയും പരിശോധിച്ചപ്പോഴും ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ആണ് അത് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള വ്യക്തതയും വരുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. SITയുടെ ഭാഗത്തു നിന്നും കൂടുതൽ വ്യക്തതയുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട്. കാരണം 5 ദിവസമാണ് നജീബിനെ ചോദ്യം ചെയ്യാൻ കുന്നത്തനാട് പോലീസിന് നൽകിയിരിക്കുന്നത്. അതിനുശേഷം SITക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇവിടെ റൂറലിലും അതുപോലെ സിറ്റിയിലും നജീബിനെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 വിങ്ങുകളും ഇവരെ നജീബിനെ ചോദ്യം ചെയ്യും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ടും SIT രൂപീകൃതമായി കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി എത്ര ആളുകൾ ഇതിന്റെ ഇപ്പോൾ തന്നെ 25 ആളുകൾ, സ്വീകർത്താക്കളും ദാതാക്കളും ഉൾപ്പെടെ 25 ആളുകളുടെ ലിസ്റ്റാണ് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയും ആളുകളുണ്ട്. അത് എറണാകുളം ജില്ലയിലെ മാത്രം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിനകത്താണ് ഇത്തരം ശസ്ത്രക്രിയകൾ നടക്കുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടർന്ന് ദിവസങ്ങളിലൊക്കെ ആശുപത്രികൾക്ക് ബന്ധമുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഡോക്ടർമാർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടോ? വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും നജീബിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അവയവക്കടത്തിന് പിന്നിൽ വിദേശ ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ നീക്കം. കേസ് നടത്തിപ്പിനുള്ള ധനസമാഹരണം ആരംഭിച്ചു. അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റാണ് സംഭാവന ക്ഷണിച്ചത്. പൊതുജനങ്ങൾ കൂടി അവൾക്കൊപ്പം ചേരണമെന്നാണ് അഭ്യർത്ഥന. പിന്തുണയുമായി WCCയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. വീണ്ടും ആജ്ഞ, ഇതിപ്പോൾ ഈ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഉള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഈ ധനസമാഹരണം. അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് ഈ ധനസമാഹരണം ആരംഭിക്കുന്നത്. അതിനുവേണ്ടി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം, ഒരു ക്രൗഡ് ഫണ്ടിങ് ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ രീതിയിൽ ഒരു നീക്കത്തിലേക്ക്, ഈ സംഭാവന ക്ഷണിക്കുന്ന ഒരു രീതിയിലേക്ക്, നടപടികളിലേക്ക് ഈ ട്രസ്റ്റ് കടന്നിരിക്കുന്നത്? നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു കേസ് കൈകാര്യം ചെയ്തിരുന്നത്. ആ സമയത്ത് അഡ്വക്കേറ്റ് TB മീ ആയിരുന്നു നടിയുടെ അഡ്വക്കേറ്റായി, അഭിഭാഷകയായി കോടതിയിലുണ്ടായിരുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് പണമൊന്നും വാങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. സുപ്രീം കോടതി ബൃന്ദ ഗ്രോവറാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് വാദിക്കാൻ വരുന്നത്. അവർക്ക് ഫീസ് നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്, വൻതുക ഫീസ് നൽകേണ്ടുന്ന സാഹചര്യമുണ്ട്. അതിന് മാത്രമല്ല, നടിയെ ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നടിയെ ഈ വിഷയത്തിൽ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ്. ആ ഒരു നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് സൊസൈറ്റി ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള QR കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ഷെയർ ചെയ്തു വരുന്നത്. നടിയെ പൊതുജനങ്ങൾ കൂടി അവരുടെ ഉത്തരവാദിത്വത്തിൽ അവരെ കൊണ്ടാകുന്ന തരത്തിൽ അവരെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ള കാര്യമാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ, അതായത് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഈ ദിലീപിനെ കുറ്റവാളിയാക്കിയില്ല, ദിലീപിനെ ശിക്ഷ നൽകാതെ വെറുതെ വിട്ടു, മറ്റുള്ള ആളുകൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും ഹർജി പോകുക. അതുകൊണ്ട് പ്രധാനമായും 2 കാര്യങ്ങളിലേക്ക് ഹർജി പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെമ്മറി കാർഡ് ടാമ്പറിംഗ് ആണ് പ്രധാനമായിട്ടും ഈ ട്രസ്റ്റ് സൂചിപ്പിക്കുന്നതും പ്രധാനമായിട്ടും. കാരണം നമുക്കറിയാം, മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് കോടതിയുടെ അണ്ടറിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു. 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ള കാര്യങ്ങളായിരുന്നു ആ സമയത്ത് വ്യക്തമാക്കിയത്. ഒന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, മറ്റൊന്ന് ശിരസദാർ താജുദ്ദീൻ, മറ്റൊന്ന് ഈ കോടതിയിലെ തന്നെ ഒരു ക്ലർക്ക് മഹേഷ് കുമാർ. ഈ 3 ആളുകളാണ് പലതവണയായിട്ട് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തത് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഹാഷ് വാല്യൂ മാറിയത് ആ ഒരു സാഹചര്യത്തിലാണെന്ന് ആയിരുന്നു. ആ സമയത്ത് അത് കോടതിക്ക് വളരെ വ്യക്തമായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നിട്ടും കോടതി അതിൽ നിയമ നടപടികൾ സ്വീകരിച്ചില്ല. അതായത് അവരുടെ കൊലീഗ്സിനെ സംരക്ഷിക്കാൻ
സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടി കോടതി അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയില്ല എന്ന് കാണിച്ചുകൊണ്ട് നടി ഹൈക്കോടതിയെ അതിൽ ഉപഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഉപഹർജി ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ മറ്റൊരു ഉപഹർജിക്ക് സാധ്യതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അന്ന് ഉപഹർജി തള്ളുന്നത്. പക്ഷേ തുടർന്ന് അതിന് തുടർ നീക്കങ്ങളിലേക്ക് കോടതിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഈ ട്രസ്റ്റ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് അക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് വിചാരണ കോടതി ഇതിൽ വേണ്ട വിധത്തിൽ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ട് ഇടപെട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും വീണ്ടും ഹർജിയുമായി പോവുക. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടി, അതുപോലെ മറ്റ് പ്രതികൾക്ക് മിനിമം ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്നുള്ള മിനിമം ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഈ കേസിൽ നൽകാവുന്ന അത് പരമാവധി ശിക്ഷ എന്നുള്ള തരത്തിലേക്കുമുള്ള ഹർജിയായിരിക്കും പോവുക. സുപ്രീം കോടതി അഭിഭാഷക വൃന്ദ ഗ്രോവർ ആയിരിക്കും നടിക്ക് വേണ്ടി കേരളത്തിലെത്തുക. ടോം. യെസ്, എന്തായാലും ആജ്ഞ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കമുണ്ട്. എന്തൊക്കെയായിരിക്കും ഈ അതിജീവിതയുടെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ? പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പീൽ നൽകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് പ്രോസിക്യൂഷൻ്റെ തുടർ നീക്കങ്ങൾ? എന്താണ്? പ്രധാനമായും ആ സമയത്ത് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് വേണ്ട വിധത്തിൽ കേസ് കേട്ടില്ല, അതല്ലെങ്കിൽ വാദം കേട്ടില്ല കോടതി എന്നാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി വർഗീസിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ ഈ കേസിൽ നടിക്കെതിരെ അനുകൂലമല്ലാത്ത വിധി വന്നിരുന്ന സാഹചര്യത്തിലും ദിലീപിനെ കുറ്റമുക്തനാക്കുന്ന സാഹചര്യത്തിലും വന്നിരുന്ന പ്രോസിക്യൂഷന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു. വേണ്ട വിധത്തിൽ അതല്ലെങ്കിൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചില്ല കോടതി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയാണ് ഹർജിയായി ഹൈക്കോടതിയിലെത്തുന്നത്. പ്രധാനമായിട്ടും മെമ്മറി കാർഡ് ടാമ്പറിംഗ്, മറ്റൊന്ന് അതായത് വേണ്ട വിധത്തിൽ തെളിവുകളടക്കം ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജു പൗലോസിനെ വിസ്തരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് പറയാനുള്ളത് വ്യക്തമായി കേൾക്കാത്ത നടപടികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഹർജിയുമായി കോടതിയിലെത്തുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 പ്രധാനപ്പെട്ട ഹർജികളാണ് ഹൈക്കോടതിയുടെ മുൻപിൽ ഇതുമായി ബന്ധപ്പെട്ടെത്തുക. ഒന്ന്, കുറ്റക്കാർക്ക് മതിയായ ശിക്ഷ നൽകിയിട്ടില്ല, ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതുൾപ്പെടെയുള്ള നടപടികൾ അതിനകത്തുണ്ടാകും. മറ്റൊന്ന്, ഈ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി തെളിയിക്കപ്പെട്ടിട്ടും അതിൽ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. നടിയുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ചോർന്നു എന്ന് അവർ തന്നെ അത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അത് 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് കണ്ടെത്തിയിരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ചത് ആരൊക്കെയാണെന്ന് വ്യക്തമായിരുന്ന സാഹചര്യത്തിൽ പോലും അതിലേക്ക് വ്യക്തമായൊരു നടപടിക്രമങ്ങളിലേക്കോ ശിക്ഷാ നടപടിയിലേക്കോ കോടതി പോയില്ല എന്നുള്ളതാണ് വിമർശാത്മകമായി പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. ഈ 2 ഹർജികളായിരിക്കും ഹൈക്കോടതിയിൽ എത്തുക. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നടിക്ക് ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ്, നടിയെ സഹായിക്കുന്ന ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റിന്റെ ഈ ആഹ്വാനവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. WCC അത് അവരുടെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിനെതിരെ കൊലവിളി പ്രസംഗവുമായി SFI. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കയറി SFI പ്രവർത്തകരെ നേരിട്ട പോലീസുകാർക്കാണ് ഭീഷണി. SFI ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്നാണ് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ പ്രസംഗിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും വിലാസവും പറഞ്ഞായിരുന്നു കൊലവിളി. ഇവിടുത്തെ പോലീസുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോ കഴിഞ്ഞ ദിവസമാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ട്, ആ ഭരണം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് കോമ്പൗണ്ടിൽ കയറി SFIയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ തല്ലിയിട്ടുള്ള പോലീസുകാരുണ്ട്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഞങ്ങൾ ഇതിനു മുമ്പിൽ നിൽക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഞങ്ങളുടെ സമരം അതിനകത്തേക്ക് കയറ്റണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് വന്നത് എങ്കിൽ ഈ നിങ്ങൾ കെട്ടിയ ബാരിക്കേഡുകൾ നടുറോട്ടിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ പുറത്തുള്ള പോലീസുകാരും കിടക്കും, പുറകുവശത്തുള്ള പോലീസുകാരും കിടക്കും. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഞങ്ങളെല്ലാം ഇതെല്ലാം ത്യാഗം ചെയ്യുന്നതിന് വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. ഞങ്ങളെ കാണുമ്പോ, SFIക്കാരെ കാണുമ്പോ രാത്രി കൊണ്ട് തല്ലണം എന്ന് തീരുമാനിച്ച കുറച്ച് പോലീസുകാരുണ്ട്. നിങ്ങളുടെയൊന്നും വീടുകൾ അമ്പിളിമാമന്റെ അരികത്തല്ല എന്നുള്ളത് പോലീസുകാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ ശരീരം നോവുന്നത് പോലെ തന്നെ
നിങ്ങളുടെ ശരീരവും നോക്കും. ഞങ്ങളുടെ ചോര വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചോരയും വരും. യൂണിഫോം ഇട്ട പോലീസുകാരെ തല്ലിയാലാണ് പോലീസിനെ തല്ലി എന്നുള്ള കേസെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പോലീസിനെ തല്ലി എന്ന കേസെടുക്കാനും പറ്റില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിക്കോ. ഞങ്ങളെ തല്ലിയവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ഒരുത്തന്റെ പേര് മനീഷ്, അവന്റെ വീട് കമ്പ. മറ്റൊരുത്തന്റെ പേര് അജീഷ്, അവന്റെ വീട് പുതുപ്പരിയാരം. മറ്റൊരുത്തന്റെ പേര് സുനില്, അവന്റെ വീട് കുത്തനൂര്. മറ്റൊരുത്തൻ ഇവിടുത്തെ SI രഞ്ജിത്ത്. എല്ലാവരെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാത്ത ചരിത്രം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല എന്ന് മനസ്സിലാക്കുന്നു. മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കൊരു അനുകമ്പയുമില്ല. നിങ്ങളുടെ അനുകമ്പ ഞങ്ങൾ ചോദിക്കുന്നതുമില്ല. പക്ഷേ ഞങ്ങൾ അടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഞങ്ങളുടെ ഭീകരതയ്ക്ക് ഒരതിരുമുണ്ടാവില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കി കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു സമരം ഏറ്റെടുത്തത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, UDFന്റെ വിജയാഘോഷ റാലിക്കിടെ ഉണ്ടായ ഇടതുപക്ഷത്തിൻ്റെ പ്രതിഷേധം, അതിനിടെ ഉണ്ടായ കല്ലേറ്, പിന്നീടാണ് വലിയ രീതിയിൽ അത് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പോലീസ് ഉദ്യോഗസ്ഥർ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി SFI പ്രവർത്തകരടക്കം ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് CPMും പോലീസും തമ്മിൽ നേർക്കുനേർ വരെയും അല്ലെങ്കിൽ മുഖാമുഖം നേരിടുന്നൊരു സാഹചര്യം വരുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് SFI നേതാവ് കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. അവരുടെ പേര്, അവരുടെ വീട് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, തിരിച്ചടി നൽകുമെന്ന് പറയുന്നു. എന്താണ് ഈ രീതിയിലുള്ളൊരു പ്രകോപനത്തിലേക്ക് നയിച്ചത്? അന്നത്തെ ആ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. SFI കൂടുതൽ പ്രകോപിതരാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ടോം, ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം പിഷാരടി റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് റോഡ് ഷോ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തുമ്പോഴാണ് CPM പിഷാരടിക്ക് നേരെ കല്ലെറിഞ്ഞു എന്നും അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകരും UDF പ്രവർത്തകരും CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് സോഡ കുപ്പികൾ എറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ആ സമയത്താണ് പരസ്പരം രണ്ട് SFIയിലെയും UDFിലെയും ആളുകൾ തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ പോലീസുകാർ ഇടപെടുന്നതും. അതിനുശേഷം ഈ പറഞ്ഞ പോലീസുകാരെല്ലാം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി SFI പ്രവർത്തകരെ മർദ്ദിക്കാനുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന CPM നേതാവായ NM കൃഷ്ണദാസ് അതിൽ ഇടപെടുകയും അതുകൊണ്ട് മാത്രമാണ് ഈ പോലീസുകാർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കാതിരുന്നത് ഈ ഒറ്റ ഇടപെടൽ കൊണ്ടാണ്. അതിനുശേഷം അതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ CPM ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനവും നടത്തി. പ്രകടനത്തിൽ റോഡ് സൈഡിലുള്ള എല്ലാ കൊടിതോരണങ്ങളും UDFന്റെയും കോൺഗ്രസിന്റെയും എല്ലാ കൊടിതോരണങ്ങളും ബാനറുകളും എല്ലാം തല്ലിത്താർക്കുകയുണ്ടായി. ഇന്ന് നടന്നത് എന്താണെന്ന് വെച്ചാൽ നീറ്റ് പരീക്ഷയെ ക്രമക്കേട് ആരോപിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI മാർച്ചാണ് നടത്തിയിരിക്കുന്നത്. SFI മാർച്ചിൽ പരക്കെ അക്രമം ഉണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് കെട്ടിയ ബാരിക്കേഡിനെ എല്ലാം പൊളിച്ച് തകർത്ത് അത് നടുറോട്ടിലിട്ടു. അതിനുശേഷമാണ് SFIയുടെ നേതാവ് വിപിൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അതായത് ഈ തല്ലിയ പോലീസുകാരുടെ വീടെല്ലാം ശൂന്യാകാശത്തിൽ, അതായത് ചന്ദ്രന്റെ അടുത്തല്ല, ഇന്ന് ഭൂമിയിൽ തന്നെയാണ്. ഇവരുടെ എല്ലാ വീടുകളും നമുക്കറിയാം. അത് പ്രത്യേകിച്ചിട്ട് ഈ മൂന്ന് പേരുടെ വീടുകളും എവിടെയാണെന്നറിയും. അത് പോലീസിന്റെ യൂണിഫോമിലിട്ടിട്ട് അവരെ ആക്രമിച്ചാലേ പോലീസുകാരനെ തല്ലി എന്നൊരു ഇത് വരുള്ളൂ. അതല്ലാതെ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ചിട്ട് അവരെ ആക്രമിക്കാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല. ഇനി ഇതുപോലെ തന്നെ അക്രമം ഞങ്ങൾ ഒരിക്കലും മറക്കുകയുമില്ല എന്നാണ് ഇന്ന് നടന്ന കൊലവിളി പ്രസംഗത്തിൽ ഉണ്ടായത്. ടോം, തീർച്ചയായും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സംഭവം, ഈ കൊലവിളി പ്രസംഗം. അതായത് നമുക്ക് സമീപത്ത് ചില പോലീസുകാർ നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കൊലവിളി പ്രസംഗം അതും പോലീസുകാർക്കെതിരെ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ ഏതെങ്കിലും ഇതിലുള്ളൊരു നടപടി സ്വീകരിക്കുമോ പ്രജിത്ത്? ആ
പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്ന അത് നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ 10-100 പോലീസുകാർ ഉണ്ടായിരുന്നു. അവരെ നോക്കിയിട്ടാണ് ഈ ആക്രോശം ഉണ്ടായിരിക്കുന്നത്. അത് സ്ഥിരമായിട്ട് എല്ലാ ജാഥകളിലും ഇങ്ങനെ പ്രസംഗം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് കുറച്ച് അതിര് കടന്ന പ്രസംഗമായി. അപ്പൊ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇതിങ്ങനെ ഒരു കൊലവിളി പ്രസംഗം ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ദയാദാക്ഷിണ്യം ഇനി പോലീസുകാർ പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഭരണം പോയി എന്ന് കണ്ട് ഞങ്ങളുടെ സമരങ്ങൾ പൂർവ്വ ശക്തിയിലേക്ക് ഇനി വരും. അതുമായി തന്നെ പോലീസിനെ ശക്തമായി നേരിടും എന്ന് തന്നെയാണ് ഇന്ന് ഈ പാലക്കാട് പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ടോം. യെസ്, എന്തായാലും വരും ദിവസങ്ങളിലും SFIയുടെ മാർച്ച് പ്രതീക്ഷിക്കാമല്ലേ? പോലീസിനെതിരെ ഒരു നേർക്കുനേർ വരുന്നൊരു സാഹചര്യമുണ്ട്, പോലീസിനെതിരെ കൊലവിളി മുഴക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈയൊരു സംഘർഷാവസ്ഥ തുടർന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? SFIയുടെ തീരുമാനം എന്താണ്? അവർ പോലീസിനെതിരെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണോ? ടോം, ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിന് ശേഷം പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ ഈ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. അതിലും പോലീസുകാർക്ക് നേരെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നില്ല, പക്ഷേ UDF പ്രവർത്തകർക്ക് നേരെയായിരുന്നു. അതുമാത്രമല്ല, കല്ലെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. UDFന്റെ ഭാഗത്തുനിന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അല്ലായിരുന്നും, അതുപോലെ തന്നെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സോഡ ബോട്ടിലുകൾ പുറത്തേക്ക് എറിയുന്നതിന്റെയും ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സോഡ ബോട്ടിൽ എറിയുന്ന അതിൽ ഒരു പോലീസുകാരന്റെ തലയിൽ പരിക്ക് പറ്റുകയും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമരവുമായി നീറ്റ് പരീക്ഷ ക്രമക്കേട് എന്ന അതിന്റെ സമരവുമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിലാണ് ഇങ്ങനത്തെ ഒരു കൊലവിളി പ്രസംഗം ഉണ്ടായത്. ടോം. യെസ്, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും SFI പ്രവർത്തകർ പോലീസുകാരെ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പോലീസുകാർക്ക് നേരെ കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. പാലക്കാട് പട്ടാമ്പി വല്ലപ്പുഴയിൽ മദ്യപിച്ച് കാറോടിച്ച് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ കാർ ഡ്രൈവറെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ആമിയൂർ കോങ്ങാത്ത് വീട്ടിൽ 43-കാരൻ ജാസിനാണ് അറസ്റ്റിലായത്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിൽ വല്ലപ്പുഴ കല്ലുംകുടത്താണ് സംഭവം. അപകടത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ചൂരക്കുട് സ്വദേശി അജയ് കുമാറിന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വധശ്രമത്തിന്റെ വകുപ്പുകളും മോട്ടോർ വാഹന നിയമവകുപ്പ് പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇത് എന്നായിരുന്നു സംഭവം? ഈ വധശ്രമത്തിന് പോലീസ് കേസെടുത്തൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബോധപൂർവമുള്ള അപകടം സൃഷ്ടിക്കുകയായിരുന്നോ? ടോം, ഇന്നലെ രാത്രി 7 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിൽ, സംസ്ഥാന പാതയാണ്. നിരവധി വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. ഈ പാതയിൽ വല്ലപ്പുഴയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത്. ഈ വല്ലപ്പുഴ ഭാഗത്തേക്ക് ചൂരക്കോട് സ്വദേശിയായ അജയ്കുമാർ എന്ന വ്യക്തി വല്ലപ്പുഴ ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു. ഈ സമയം ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്ത് വല്ലപ്പുഴയിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് കിയ കാറിൽ വരികയായിരുന്ന ജാസിൻ എന്ന വ്യക്തി ഈ ബൈക്കിൽ റോങ് സൈഡ് തിരിഞ്ഞ് നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിക്കുകയും ബൈക്കിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ബൈക്കിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും ആ അപകടം എത്രത്തോളം വ്യാപ്തിയുള്ളതാണെന്ന്. ഈ ഇടിച്ചതിനെ തുടർന്ന് ഈ ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണാണ് അയാൾക്ക് ഗുരുതര പരിക്കേറ്റുള്ളത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പോലീസ് പറയുന്നത് ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു അപകടം ഉണ്ടാക്കി ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റാൽ അത് വധശ്രമത്തിനാണ് കേസെടുക്കുക. അതായത് ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ള കുറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുക എന്നാണ് പറയുന്നത്. മറ്റുള്ള അപകടങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വാഹനാപകടങ്ങൾ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. അവയൊക്കെ മനഃപൂർവ്വമില്ലാത്ത നരഹത്യ എന്നുള്ളൊരു വകുപ്പ് ചേർത്താണ് കേസെടുക്കാറ്. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നൊരു വകുപ്പാണ്. റിമാൻഡ് പോലെയുള്ള നടപടികൾ അതിൽ ഉണ്ടാവാറില്ല. ഈ മദ്യപിച്ച് ഓടിച്ച് അപകടമുണ്ടാക്കി ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നുള്ളതിനാലാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തുള്ളത്. ഇത് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും ഇദ്ദേഹത്തെ. മുൻപത്തെ ഇങ്ങനെ സമാനമായ കേസുകളിൽ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികൾ ഡ്രൈവർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. ടോം. അങ്ങനെ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നോ? ഈ ഡ്രൈവറെ പിടികൂടാൻ കഴിഞ്ഞിരുന്നോ? ആ സമയം ഇയാൾ വലിയ രീതിയിൽ മദ്യലഹരിയിലായിരുന്നോ?
തീർച്ചയായും ഈ അപകടം ഉണ്ടായ സമയത്ത് നിരവധി ആളുകളുള്ള സ്ഥലമാണ്, ബസ് വെയിറ്റിംഗ് ഷെഡുള്ള സ്ഥലമാണ്, നിരവധി കടകളുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടായ ഉടനെ ആളുകൾ ഓടിക്കൂടി പോലീസിന് വിവരമറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ നിന്നും 5 കിലോമീറ്ററിനുള്ളിൽ പരിധിയിലാണ് ഈ അപകടം ഉണ്ടായത്. പോലീസ് എത്രയും വേഗം തന്നെ എത്തുകയും ചെയ്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാരൊക്കെ തന്നെ പറയുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഇയാളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തി മദ്യപിച്ചു എന്നുള്ളൊരു വ്യക്തതയിലേക്ക് എത്തിയത്. ടോം. വ്യക്തമാണ്. പ്രജിത്ത് എം വിഷ്ണുവാണ് പാലക്കാട് പട്ടാമ്പിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നൽ ദുരന്തത്തിൽ മരിച്ച 4 യുവാക്കൾക്കും വിട ചൊല്ലി നാട്. വെള്ളിമല സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരുടെ ഖബറടക്കം വെള്ളില റഹ്മിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്. നേരത്തെ ഇവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കോഴിക്കോട്ട് പറമ്പ് തസ്കർ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 3 പേർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ടാണ് 4 പേരും മിന്നലേറ്റ് മരിച്ചത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഏറെ സങ്കടകരമായ വാർത്തയായിരുന്നു ഇന്നലെ വൈകിട്ട് പുറത്തു വന്നത്. വലിയൊരു ദുരന്തം, പ്രത്യേകിച്ചും ഈ ഇടിമിന്നലേറ്റ് ഇത്രയും അധികം ആളുകൾ തന്നെ മരിക്കുന്ന സംഭവം സമീപകാലത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത്രയും വലിയൊരു മരണസംഖ്യ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതോടൊപ്പം നിരവധി ആളുകൾ ഇവർക്ക് ഈ 4 ചെറുപ്പക്കാർക്കും വിട ചൊല്ലാനായി, അന്ത്യയാത്ര നൽകാനായി ഇവിടെ എത്തുന്ന സാഹചര്യം. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് ഈ വെള്ളില എന്നുള്ള സ്ഥലത്തെ ഒരു കുരങ്ങൻചോല എന്ന ഇടമുണ്ട്. ഒരു മലയുടെ ഒരു വശം, അതായത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അവിടെ ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മറുവശത്ത് മലനിരകൾ കാണാം, അതേപോലെ കോടമഞ്ഞ് ഇറങ്ങുന്നത് കാണാം, സൂര്യാസ്തമയം കാണാം. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. എത്ര പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ് ഈ കുരങ്ങൻചോലയ്ക്ക് സമീപമുള്ള ഈ ഒരു പാറക്കെട്ട്. അപ്പോൾ ഇവിടേക്ക് സാധാരണ കുട്ടികളും കുടുംബങ്ങളും ഒക്കെ എത്തുന്ന ഒരു ഇടം തന്നെയാണ്. ഈ മരിച്ച 4 പേരും ഈ നാട്ടുകാരാണ്. അവർ പതിവായിട്ട് ആ വഴിക്കൊക്കെ പോകുന്നവരുമാണ്. അങ്ങനെ 4 മണിയോടെ ഇവർ അവിടേക്ക് എത്തുന്നു. ഇടയിൽ ആണ് മഴ അപ്രതീക്ഷിതമായിട്ട് പെയ്യുന്നത്. ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു കനത്ത മഴ മലപ്പുറത്ത് പെയ്ത്. അതിൻ്റെ ആ സമയത്ത് ഉണ്ടായ ഇടിമിന്നലിലാണ് ഇവർക്ക് ജീവൻ നഷ്ടമായത്. ഇതേക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കാർ പറഞ്ഞത്, മഴ മാറിയതിന് ശേഷം അവിടെ എത്തിയ 2 പേരാണ് ഈ ചിതറിക്കിടക്കുന്ന ആളുകളെ ചിതറിക്കിടക്കുന്നത് കണ്ടത്. തുടർന്ന് അതുവഴി പോവുകയായിരുന്ന വിനോദ് എന്നാണ്, ചായ കച്ചവടക്കാരനാണ്. വിനോദിനോട് പറയുകയും വിനോദ് ഇത് കണ്ട് നാട്ടുകാരെ വിളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന 2 ജീപ്പുകളിലായിട്ട് പരിക്കേറ്റവരെ കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് ആംബുലൻസ് കൊണ്ടുവന്നു. അങ്ങനെ ആദ്യം 6 പേരായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടതെന്നായിരുന്നു കരുതിയിരുന്നത്. പിന്നീട് ആണ് ഈ 3ാമത് ഒരാളെ, അതായത് പരിക്കേറ്റ 3ാമത്തെ ആളെ ഈ അപകടം നടന്നിടത്തിന് 30 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തിയത്. വലിയ തെരച്ചിലിനൊടുവിലാണ് അയാളെ കണ്ടെത്തിയത്. ഈ 3 പേരും ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 പേരുടെ മരണം, 3 പേര് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും തന്നെ മരിച്ചിരുന്നു. ഒരാൾ ആശുപത്രിയിൽ നിന്നാണ് മരിച്ചത്. എന്നാണെങ്കിലും തുറസായ സ്ഥലമാണ്, ഉയർന്ന ഇടമാണ്. ഇടിമിന്നലൊക്കെ പെട്ടെന്ന് ഏൽക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഒന്നാണ് ഈ ഉയർന്ന സ്ഥലങ്ങളും തുറസായ സ്ഥലങ്ങളും ഒക്കെ. അവിടെ ആകെയുള്ളത് മരമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ പോലും ചിലപ്പോൾ ഇതൊന്നും രക്ഷ കിട്ടില്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ ദൗർഭാഗ്യകരമായ സംഭവം എന്ന് തന്നെ വേണം ഇതിനെ പറയുവാൻ. മറ്റ് മുൻകരുതലുകളോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നും ഈ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം സ്വകാര്യ വ്യക്തിയുടെ ഇടമാണ്, സാധാരണ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലമാണ്. മഴയും ഇടിയൊക്കെ ആകസ്മികമായി സംഭവിച്ചു. അത് ആകസ്മികമായൊരു ദുരന്തമായിട്ട് ഇത് മാറുകയും ചെയ്തു എന്ന് വേണം കരുതുന്നത്. എന്നാൽ നാടൊന്നാകെ ഇവരുടെ ഈ വേർപാടിൽ വളരെ വിറങ്ങലിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ രാവിലെ കണ്ടത്. ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചും കളിച്ചുമൊക്കെ വളർന്നവരാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തത്തിൽ നാടൊന്നാകെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നേരത്തായിരുന്നു ഈ ഒരു പൊതുദർശനമെങ്കിലും ഉള്ള സമയം കൊണ്ട് ഒരുപാട് പേരാണ് ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിയതും അവർക്ക് അവസാനമായിട്ട് അവരെ കണ്ട് മടങ്ങിയതും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ളവരെത്തിയാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. എല്ലാ പ്രമുഖ നേതാക്കളും ഇവിടെ എത്തി അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചാണ് മടങ്ങിയത്. അവസാനം വെള്ളില ഈ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ അടുത്തടുത്ത് ഒരുക്കിയ പരിക്കേറ്റ 3 പേരും ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നവരാണോ? അവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പരിക്കേറ്റവർ ഇവർ 7 പേര് ഒരുമിച്ചായിരുന്നു അവിടെ പോയതെന്നാണ് അറിയാൻ കഴിയുന്നത്.
അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ്. ബാക്കി 2 പേരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു. അവർ സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാവരുടെയും നില മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അന്വേഷിച്ചപ്പോഴും അറിയാൻ കഴിയുന്നത്. ഒരു ജീവൻ ഹാനി ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. കാരണം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇവർ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാണെങ്കിലും തുടർ ചികിത്സകൾ ആവശ്യമായിട്ട് വരും. കുറച്ചേറെ കാലം ചിലപ്പോൾ ചികിത്സയും വേണ്ടി വരും. എന്നിരുന്നാലും ജീവഹാനി സംഭവിക്കില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഈ കാര്യത്തിലുള്ളത്. വിനീഷ്, അനുമോദ്, നമുക്കറിയാം ഇവിടെ ഇതുപോലുള്ളൊരു സംഭവം, ഈ ഇടിമിന്നലേറ്റുള്ള മരണം അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടമരണം നമ്മളങ്ങനെ കേട്ടുകേൾവിയില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ, ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നിത്യേന കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പരിസ്ഥിതി പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പരിസ്ഥിതി പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ഈ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടെന്താണ് പറയുന്നത്? ഇതുപോലുള്ളൊരു അപകടങ്ങൾ ഏത് സമയവും ഉണ്ടാകാം. പ്രത്യേകിച്ചും വേനൽ മഴയാണ്. ഈ സമയത്ത് ഇടിയും മിന്നലും ഒക്കെ പതിവില്ലാതെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ മാറ്റമുണ്ട്. ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് എന്താണ് വിദഗ്ധരൊക്കെ പറയുന്നത്? ടോം, പ്രതീക്ഷിക്കാത്ത സമയത്താണ് കനത്ത മഴയും കാറ്റും ഇടിയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുൻപാണ് ഈ ഒരു അവസ്ഥ വൈകുന്നേരം. നമ്മൾ തുലാവർഷത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് വൈകുന്നേരം ആകുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളത്. മിനിഞ്ഞാന്ന് 2 ദിവസം മുൻപ് പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ വൈകുന്നേരം വലിയ മഴ പെയ്തു, കാറ്റൊക്കെ വീശി, ഇടിയൊക്കെ വെട്ടി ഒരു ദിവസം മുഴുവൻ ആ മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സാഹചര്യമായിരുന്നു. അതായത് അത്രമാത്രം വലിയ നാശനഷ്ടം കേവലം ഒരു അരമണിക്കൂർ മഴ, കാറ്റും മഴയും ആ മേഖലയിൽ പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ ഇടിവെട്ടൽ 4 പേര് ഇവിടെ മരിക്കുന്നു. അപ്പോൾ ഒട്ടും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രവചനാതീതമാണ്. നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോൾ ശരിക്കുള്ള കാലാവസ്ഥയുടെ അവസ്ഥ. എപ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ആകെ കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ വൈകുന്നേരം മഴ പെയ്യാനുള്ളൊരു സാധ്യത എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് മുൻകരുതലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം ഇടിമിന്നലും ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള രീതിയിൽ മുൻകരുതലെടുക്കുക, പരമാവധി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി നിൽക്കുക, തുറസായിടത്ത് നിൽക്കാതിരിക്കുക, അതേപോലെ മരങ്ങളൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തു നിൽക്കാതിരിക്കുക. അങ്ങനെയുള്ള മുൻകരുതലുകൾ മാത്രമാണ് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം. പിന്നെ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങളിൽ പോയി റീൽസ് ഉദ്ദേശിക്കുന്നവരും ഫോട്ടോ എടുക്കാൻ പോകുന്നവരൊക്കെ കാലാവസ്ഥയുടെ മാറ്റം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇക്കാര്യങ്ങൾ ചെയ്യുവാൻ. പ്രത്യേകിച്ച് ഈ മലനിരകളിലൊക്കെ മഴ പെയ്തതിന് ശേഷം അവിടെ കോട വന്ന് നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. കാരണം താഴേന്ന് കോടമഞ്ഞിങ്ങനെ പൊങ്ങി വന്ന മേഖല ഒന്നാകെ നിറയുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും. അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇതൊക്കെ കാണാൻ അനുഭവിക്കാനായിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ഈ പലരും പോകുന്നത്. പക്ഷേ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് ഇത്തരത്തിലൊരു ദുരന്തം അതിനെ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ആകെ ചെയ്യാനുള്ളത് മുൻകരുതലെടുക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. ടോം, യെസ്, അതാണ് അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്, സമയമാണ്. ഇവിടെ മുൻകരുതലാണ് വേണ്ടത്. പ്രത്യേകിച്ചും വൈകുന്നേരം രാത്രി സമയങ്ങളിൽ മഴയുള്ളപ്പോൾ, ഇടിയുള്ളപ്പോൾ പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഇതുപോലുള്ള വിജനമായ സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. മറ്റൊരു ദുരന്ത വാർത്തയിലേക്ക് കൂടിയാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കാസർഗോഡ് കടന്നൽ കുത്തേറ്റ അധ്യാപകൻ മരിച്ച സംഭവം. വെളാന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ചാമുണ്ടിക്കുന്ന് സ്വദേശി വിജയനാണ് മരിച്ചത്. വീടിന് സമീപത്തു നിന്നാണ് കടന്നൽ കുത്തേറ്റത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കുഴിയിൽ വീണതോടെ കടന്നലുകൾ കൂട്ടമായി കുത്തുകയായിരുന്നു. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഈ അതീവ മാരക പ്രഹരശേഷിയുള്ള ഒരു അപകടമാണ്. പ്രത്യേകിച്ച് ഈ കടന്നലുകൾ കുത്തിയാൽ മരണം വരെ സംഭവിക്കാം. പല അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ അധ്യാപകൻ വിജയന് സംഭവിച്ചത്?
ടോമെ, രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അതായത് മലയോര മേഖലയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. 11 മണിയോടുകൂടിയാണ് ഈ തുമ്പോടി എന്ന് പറയുന്ന ചാമുണ്ടിക്കുന്നിന് സമീപമുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടുപറമ്പിൽ മണ്ണ് കിളക്കുന്നതിനിടയിലാണ് ഈ മൺപുറ്റിലുണ്ടായിരുന്ന ഈ കടന്നൽ കൂട്ടം ഒന്നാകെ ഇളകി വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് അത് ഇവരെ 4 തൊഴിലാളികൾ കൂടി ഈ കാട് വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു, ഈ വിജയൻ എന്ന് പറയുന്ന അധ്യാപകനൊപ്പം. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഇദ്ദേഹം ഒരു കുഴിയിൽ വീഴുകയായിരുന്നു. അങ്ങനെ കൂട്ടമായി കടന്നൽ വന്ന് ഇദ്ദേഹത്തെ കുത്തുകയായിരുന്നു. ഏതായാലും ബന്തെടുക്കയിലെ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. വിരമിക്കാൻ ഇനി 1 മാസത്തോളം മാത്രം ബാക്കിയുണ്ടാവുമ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു മരണം ഉണ്ടായത്. എന്തായാലും ഈ മലയോര മേഖലയിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് 3.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പാമ്പ് കുത്തി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ അതിന്റെ ഒരു ആഘാതം വിട്ടുമാറുന്നതിന് മുമ്പ് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇങ്ങനെ ഒരു ദുരന്തം കൂടി ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. ഏതായാലും രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു, നാട്ടുകാരൊക്കെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. കാരണം ഈ കുഴിയിൽ വീണത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് നിരവധി കുത്തുകൾ, ഈ കടന്നൽ കുത്തുകൾ ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതാണ് ഈ മരണം സംഭവിക്കാൻ കാരണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന 4 പേർക്ക് കൂടി ഈ കടന്നലിന്റെ കുത്തേറ്റിരുന്നു. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും വലിയ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് മലയോര മേഖല, കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ നിന്നും ഇന്ന് കേൾക്കാൻ ഇടയായത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാഴ്ച മുൻപാണ് വളരെ വേദനിപ്പിക്കുന്ന 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്ത് നിന്നും ഇങ്ങനെ പാമ്പ് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 ദിവസത്തോളം ചികിത്സയിലായിരുന്ന കുട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ആ ഒരു ആഘാതത്തിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ മൃതദേഹം ബന്തെടുക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. ബൈജു, നമുക്കറിയാം ഒരു പാമ്പ് കടിച്ചാൽ പോലും അതിന് പ്രതിവിധിയുണ്ട്, കൃത്യമായ മരുന്നും ചികിത്സയുമുണ്ട്. പക്ഷേ ഈ ഇതുപോലെ കടന്നൽ അല്ലെങ്കിൽ ചെറിയ തേനീച്ചകൾ അതൊക്കെ കുത്തിക്കഴിഞ്ഞാൽ അതിവേഗത്തിൽ മരണം സംഭവിക്കാവുന്ന സാഹചര്യമാണ്. എന്താണ് ആരോഗ്യ വിദഗ്ധരൊക്കെ നൽകുന്ന വിവരം? ഇതുപോലെ ഒരു തേനീച്ചയോ അതല്ലെങ്കിൽ കടന്നലോ കുത്തിക്കഴിഞ്ഞാൽ അതിന് പെട്ടെന്നുള്ളൊരു ചികിത്സ എളുപ്പമാണോ? ടോമെ, അത് വളരെ പ്രധാനമാണ്. ഈ നമ്മളിപ്പോൾ സൂചിപ്പിച്ച ചാമുണ്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്നും മികച്ച ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ചികിത്സാ സംവിധാനം വേണമെങ്കിൽ 40 കിലോമീറ്ററോളം സഞ്ചരിച്ച് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തണം വിദഗ്ധ ചികിത്സ. കാരണം ടോം സൂചിപ്പിച്ചതോടെ ഇത്തരം കടന്നലുകളുടെ കുത്തേൽക്കുക അല്ലെങ്കിൽ ഈ പാമ്പ് കടിയേറ്റാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കണം, അതിന്റെ ചികിത്സ നൽകണം, വിദഗ്ധ ഡോക്ടർമാരുണ്ടാകണം. അങ്ങനെ ഈ മലയോര മേഖലകളിൽ അത്തരം സംവിധാനങ്ങളില്ലാത്തത് വലിയ ആക്ഷേപത്തിനും പരാതിക്കുമാണ് ഇടയാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ആശുപത്രിയിലെത്താൻ. അത് ജില്ലാ ആശുപത്രിയാണ്. അതിനുശേഷം 1 മണിക്കൂർ സഞ്ചരിച്ച് വേണം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ, പരിയാരം മെഡിക്കൽ കോളേജിലെത്താൻ. ആ കുട്ടിയുടെ സംഭവത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഈ പാമ്പ് കടിയേറ്റ് കുട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അവിടുന്ന് കാര്യമായ ചികിത്സയൊന്നും കിട്ടാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പിന്നീട് അവരെ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. പിന്നീട് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് ഈ കുട്ടി ആവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കടന്നൽ കുത്തേറ്റ ഇദ്ദേഹത്തെ കൊണ്ടുപോയത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്, ബന്തെടുക്കയുള്ള PHCയിലാണ്. അത് അല്ലെങ്കിൽ 40 കിലോമീറ്റർ സഞ്ചരിച്ച് ജില്ലാ ആശുപത്രിയിലെത്തണം. വളരെ പെട്ടെന്ന് തന്നെ ഇതിന് കൃത്യമായ ചികിത്സ നൽകണം എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ വിഷം അത് വലിയ തോതിൽ വ്യാപിക്കും, പിന്നീട് രക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ അപകടകരമായ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ ഏതെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ മികച്ച ചികിത്സ കിട്ടാത്തത് വലിയ ആക്ഷേപമാണ്. ഈ മലയോര മേഖലകളിലൊക്കെ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടെ കുറച്ച് നാൾ മുൻപാണ് വലിയൊരു വാഹനാപകടം ഉണ്ടായത്. 30ഓളം പേർക്ക് പരിക്കേക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായപ്പോൾ അത് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ മലയോര മേഖലകളിലുണ്ട്. അവിടെ നിന്നും ഇത് പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ സഞ്ചരിച്ചാണ് പിന്നീട് അവരെ ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോഴേക്കും 4ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ ലഭിക്കണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത്തരം സൗകര്യങ്ങളൊന്നും തന്നെ ഈ മലയോര മേഖലകളിലില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാടത്തൂർ, ബന്തെടുക്ക, കുറ്റിക്കോൽ, കുന്നംകുഴി തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവരുടെ ഏറ്റവും വലിയ പ്രയാസം അതാണ്. നേരത്തെ
നേരത്തെ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത പോലെ ഇടിമിന്നലൊക്കെ ഏറ്റാൽ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ ചികിത്സ ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ 1.5 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. അതും ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ് ഈ മലയോര പ്രദേശങ്ങളിൽ. രാത്രികാലമായാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കടന്നൽ കുത്തേറ്റാൽ, അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റാൽ, അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇവർക്ക് മികച്ച ചികിത്സ കിട്ടുന്നില്ല എന്ന വലിയ ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ഈ കേസിലും അത് തന്നെയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് ഇത്രയും ഗുരുതരമായ പരിക്കേറ്റ അല്ലെങ്കിൽ കൂട്ടത്തോടെ കടന്നലുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അധ്യാപകൻ നേരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ചികിത്സാ സംവിധാനം മലയോര മേഖലകളിൽ ഒരുക്കണമെന്ന ഒരു ആവശ്യമാണ് ഉയരുന്നത് കേട്ടോ. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാപ്പ കേസ് പ്രതിയായ സനൂജിനെ വാഹനം തടഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖിന് കൈക്ക് പരിക്കുപറ്റി. സനൂജിന്റെ കാർ തടഞ്ഞ് പരിശോധിക്കുന്നതിനിടെ സനൂജ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ബൈക്കിൽ പിന്തുടർന്ന ഷെഫീഖിനെ ഇയാൾ ഇടിച്ചിടുകയായിരുന്നു. വാഹനത്തിന്റെ അടിയിൽ വീണ ഷെഫീഖിന്റെ കൈയുടെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചു. പിടിയിലായ കാപ്പ കേസ് പ്രതിയിൽ നിന്നും 9 ഗ്രാം MDMAയും പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഈ കാപ്പ കേസ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമായിരുന്നു ചാത്തന്നൂർ, കൊല്ലം ചാത്തന്നൂരിൽ ഒരു 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കാപ്പ കേസ് പ്രതിയാണ്, നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഇയാൾ MDMAയുമായിട്ട് കാറിൽ കടക്കുന്നു എന്ന ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഇയാളെ തേടിയെത്തുന്നത്. ഇയാളെ പിന്തുടർന്നെത്തുകയും പിടികൂടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അതായത് ഈ സിനിമയിൽ കാണുന്ന പോലെ, സിനിമാ രംഗങ്ങൾ കാണുന്ന പോലെയുള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ബൈക്കിലും കാറിലുമായിട്ടായിരുന്നു പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം ഇയാളെ പിന്തുടർന്നെത്തിയത്. ചാത്തന്നൂരെത്തി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്രതിയെ, കാപ്പ കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ പിന്തുടരുന്നു. അതിനിടെ ഉദ്യോഗസ്ഥനെ ഇടിച്ചിടുകയായിരുന്നു. കൈക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. വിനീഷ്, ഇയാളിൽ നിന്നും ലഹരിയും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കാപ്പ കേസ് പ്രതിയാണ്. ഇനി എത്ര എളുപ്പത്തിൽ പുറത്തിറങ്ങാൻ കഴിയില്ല അല്ലേ? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ്. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്, നിരവധി ക്രിമിനൽ കേസിൽ പ്രതി ചേർന്ന ആൾ കൂടിയാണ്. ഇയാൾ MDMAയുമായിട്ട് കാറിൽ സഞ്ചരിക്കുന്നു എന്ന് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. കൊല്ലം ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിൽ ആണ് ഇയാളെ പിന്തുടർന്ന് എത്തിയത്. ബൈക്കിലും കാറിലുമായിട്ടായിരുന്നു പോലീസ് പിന്തുടർന്നെത്തിയത്. അപ്പോൾ ചാത്തന്നൂർ വെച്ചിട്ട് ഇയാളെ പോലീസ് വളയുകയും ചെയ്തു. അപ്പോൾ ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് വാഹനം പിന്നിട്ടെടുക്കുകയും ഈ ഡാൻസ് ഓഫ് പോലീസ് ഓഫീസർ സഞ്ചരിച്ചിരുന്ന, സിവിൽ പോലീസ് ഓഫീസർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഇയാളുടെ വാഹനം ഇടിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോഴാണ് പോലീസ് ഓഫീസർ നിലത്ത് വീഴുകയും കൈക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് വളഞ്ഞ് കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വാഹനത്തിൽ നിന്നും 9 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ സമാനമായ കേസ്, അതായത് ഇതുപോലെ വാഹനം പോലീസ് ഓഫീസറെ ഇടിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിൽ മുൻപും സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കേസിലും ഇയാൾ പ്രതിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ പോലീസ് കൈയോടെ പിടികൂടി ഇന്ന് അയാളെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഓഫീസറെ ചികിത്സയിൽ ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. ഇതിനു മുൻപ് സാധാരണ ഇയാൾ ഈ ലഹരി കേസിൽ മാത്രമാണോ പിടിയിലായിട്ടുള്ളത്, അതോ വലിയൊരു ക്രിമിനലാണോ, കൊടും കുറ്റവാളിയാണോ? ലഹരി കേസ് മാത്രമല്ല, ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളാണുള്ളത്. അടിപിടി അടക്കമുള്ള കേസുകളുണ്ട്. നിരവധി കാപ്പ നിയമം ഉൾപ്പെടെ ഉള്ള കേസിൽ പ്രതിയാണ് ഇയാൾ. ഇത്തരം ക്രിമിനലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പോലീസിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇയാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസിന് പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. പോലീസിന്റെ കൃത്യമായ തന്ത്രപരമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ഡാൻസ് ഓഫ് ടീമിന്റെ വലിയൊരു പരിശ്രമം ഇതിന് പിന്നിലുണ്ട്. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ചാത്തന്നൂർ പോലീസും ഉണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടിയാണ് നഗരത്തെ നടുക്കിയ തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. കാരണം മറ്റു വാഹനങ്ങളെല്ലാം തന്നെയുണ്ട്. വലിയ തിരക്കേറിയ ഒരു സ്ഥലമാണ് ചാത്തന്നൂർ നഗരം. അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത പോലീസ് പഴുതടച്ചുള്ള ഒരു ശ്രമമായിരുന്നു. ഒരു പോലീസ് ഓഫീസറിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പരിക്ക് ഗുരുതരമല്ലെങ്കിൽ പോലും ഉടൻ തന്നെ ചികിത്സ ലഭ്യമായിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഈ
പ്രതിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ പോലീസ് വളഞ്ഞിട്ട് പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളിൽ നിന്നും 9 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ ഈ MDMA കേസിൽ പ്രധാനിയാണെന്നാണ് പറയുന്നത്. MDMA മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ ഇയാൾ ഒരു പ്രധാന കണ്ണിയാണ്. ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അടക്കം MDMA എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാനിയാണ് ഇയാളെ എങ്ങനെ പിടികൂടാൻ ഒരു പ്രകൃതമാണ്. കാരണം ഇയാളുടെ രീതി അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണെന്നാണ് അറിയുന്നത്. എന്തായാലും പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഇയാളെ പിടികൂടി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോട് കൂടിയായിരുന്നു ടോം ഈ ഒരു സംഭവം ഉണ്ടായത്. യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ പിടികൂടാൻ പോകുമ്പോൾ പോലീസും ജാഗ്രത പാലിക്കണം. കാരണം എന്തും ചെയ്യാം, പോലീസിനെ പോലും പേടിയില്ലാത്ത, എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ക്രിമിനൽ സംഘങ്ങൾ, ലഹരി കേസ് പ്രതികൾ.